സത്യം സാറേ, നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മാറി നല്ല ഇത്തിരി വെയിലടിക്കണ്ടേ അവിടെ? ഞാൻ ഈ കുന്ന ബാക്കി തല്ലി പൊട്ടിക്കും കേട്ടോ. വേണ്ടേ? ഇയാളത് ഒരു ഭാഗത്ത് വെക്കണോ? ആവശ്യമുള്ള പെടുത്താ പോരെ? ഒന്നാമത്തെ ഒരു ഔചിത്യബോധം ഇല്ലാത്ത കുറെ ആൾക്കാരെ എന്റെ പിന്നാലെയും വിട്ടിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്തൊരു ഇറങ്ങ ഇത് എലക്ഷന്റെ ടൈമാന്നറിയില്ല ഞങ്ങക്ക്. എന്താ പേരുങ്ങളെ? സരിത. സരിതോ? അല്ല സാറേ, വെറും സരിത. അതെ, ഈ എലക്ഷനായിട്ട് ഇക്കണ്ട കാര്യമൊന്നും കയ്യിൽ പിടിച്ച് നടക്കാൻ പാടില്ല, അറിയില്ലേ? സാറേ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത് സ്വർണ്ണിട്ടോണ്ടല്ലേ നടക്കണേ? ഇത് എത്ര പവനുണ്ട്? ഇതൊരു 10-35 പവൻ കാണും. അപ്പൊ അത് കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങോട്ടാ പോണേ? ഒരു കല്യാണത്തിന് പോണതാ. കല്യാണത്തിന് അല്ല, കല്യാണത്തിന് പോണതൊക്കെ കൊള്ളാം, പക്ഷെ ഇതിന്റെ ബില്ല് ഇവിടെ തന്നിട്ട് പോയിക്കോ. ഞങ്ങൾക്ക് ഇതിന്റെ സോഴ്സ് അറിയണം. സാറേ, ഇത് എടുക്കട്ടെ? എടുക്കണോ? പിന്നെ ആവശ്യമുള്ള സമയത്ത് എടുക്കൂല. അതെ, നിങ്ങൾ പറഞ്ഞ കേട്ടോ, ഇതിന്റെ സോഴ്സ് അറിയണം ഞങ്ങക്ക്. എവിടുന്നാണ് ഇക്കണ്ട സ്വർണം മേടിക്കാനുള്ള കായ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ട്. അയ്യോ സാറേ, ഇത് എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ വാങ്ങിച്ചെന്ന സ്വർണ്ണമാണ്. ആയിക്കോട്ടെ, അതിന്റെ ബില്ലുണ്ട്. ബില്ലൊക്കെ അച്ഛൻ്റെ കയ്യിലാണ്. ബില്ല് അച്ഛൻ്റെ കയ്യിലാണ്. അച്ഛനെ വിളിച്ചോണ്ടോ? അച്ഛൻ വരില്ല. വരില്ലാന്നോ? അതെങ്ങനെ? അതെങ്ങനെ അഹങ്കാരം പറയണെന്താ? അച്ഛൻ മരിച്ചുപോയി. പിന്നെ വരില്ല. അമ്മയെ വിളി. അമ്മയും മരിച്ചുപോയി. നിങ്ങൾ ഈ സ്വർണം മേടിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും കൊണ്ടിരിക്കും. ചോദിക്കണോ മരിച്ചു പറഞ്ഞ അങ്ങനെ ശരിയാവാ? ഞങ്ങൾക്ക് അതിന്റെ സോഴ്സ് വേണമെന്ന്. സാറേ, നമുക്കൊരു കാര്യം ചെയ്യാന്നേ. ഇപ്പൊ ആ ഗോൾഡൊക്കെ കഴിപ്പിക്കാണ്ട് നമുക്ക് ട്രഷറി ലോക്കറിൽ കൊണ്ടുവെക്കാം. അവര് സോഴ്സ് ആയിട്ട് വരുമ്പോ കൊടുത്താൽ മതിയല്ലോ. ഒരിക്കോ നിങ്ങൾ എന്താ സാറേ സ്ത്രീകളോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറണേ? ഇങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത്? ചോദിക്കേട്ടാ, നിങ്ങൾ എന്താ സ്ത്രീയെ വഴിയിൽ നിർത്തി ഇങ്ങനെ അപമര്യാദ സംസാരിക്കുന്നത്? ഭർത്താവ്. അതെ, എന്റെ ഭർത്താവ്. പിന്നെന്തോ ഈ ഭാര്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാണ്ടിരിക്കുന്നു ബാക്കില്? ഭർത്താവ് ആയതുകൊണ്ട് ലൈസൻസ് കിട്ടൂല. ലൈസൻസ് വണ്ടി ഓടിച്ച് കാണിക്കണം, നല്ല ലൈസൻസ് കിട്ടും. ഓടിക്കാറില്ല. വെറുതെ ഒരു ഭർത്താവ്. എന്നാ സ്വർണ്ണൊക്കെ ഇവിടെ ഊരി കൊടുത്തിട്ട് പോയിക്കോളും കല്യാണത്തിന്. നിന്റെ വായിൽ നാക്കില്ലേ? പറഞ്ഞു കൊടുക്കടി. വേണ്ടതിന് എന്നെ കൊണ്ടല്ലേ ചീത്ത പറയുന്നത്? പറഞ്ഞു കൊടുക്കടി. എന്റെ അച്ഛൻ എന്റെ കല്യാണത്തിന് വാങ്ങിച്ചെന്ന് സ്വർണ്ണം ഇട്ടിട്ട് ഞാൻ കല്യാണത്തിന് പോകും. നിങ്ങളാരെ ചോദിക്കാൻ? സംഗതി ഇപ്പൊ ഇവര് രണ്ടാളുള്ള സ്ഥിതിക്കേ ഇത്ര സ്വർണം കയ്യിൽ പിടിക്കാം, കുഴപ്പമില്ല. കുറച്ച് സ്വർണം മൂപ്പര കയ്യിൽ കൊടുത്താൽ മതി. ഒറ്റക്കുള്ള നിങ്ങൾ കയ്യിൽ പിടിച്ചേക്കാന്ന് പറയണ്ട. അങ്ങനെ പോവാ. പറയേണ്ട അടുത്ത് കാര്യം പറയണം. ഹെൽമെറ്റ് വെച്ചോ? അതെ. ആള് വിചാരിച്ച മാതിരിയല്ല കേട്ടോ. ആര്? മൂപ്പര ഭർത്താവേ. അല്ല, മേഡം എന്ത് വർത്താനാ പറഞ്ഞത്? സ്വർണ്ണൊക്കെ ഊരി മേടിക്കാൻ? അയ്യോ, അതെന്നാന്നറിയാമോ? അതിനകത്തെ ആ കുഞ്ഞു മണിയും വലിയ മണിയുള്ള മാല ഉണ്ടായിരുന്നില്ലേ? ഇത് ഇവിടെ 2 പൂവുള്ളത്. നല്ല രസം ഉണ്ടായിരുന്നു അത്. അതുപോലെ തന്നെ പണിയിപ്പിക്കാൻ. എന്താ ഒന്ന് ആലോചിച്ച് നമ്മുടെ പണി കളയിക്കാൻ വേണ്ടിട്ട്. അതെ, എടുത്തോട് പോടോ. അല്ല സാറേ, ഈ എടുത്തോടത്തോളം ഒന്ന് കാണിക്കാൻ ഓഫീസിൽ വന്നിട്ട് നോക്കാലോ. എന്തൊരു ഹലാക്കാതെ റബ്ബേ. മൂപ്പർക്ക് ആദ്യമായിട്ട് കിട്ടിയേക്കാതുകൊണ്ട് ഈ ക്യാമറ ഭാഗത്ത് വെക്കാൻ പറഞ്ഞ എന്നോട് വെച്ചൂടെ?